രചന അവതരണം സുഗി സുരേഷ്. അലമാരയിലെ പുസ്തകങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊടി തട്ടിയെടുക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി. ഹേ, എന്താണ്, പുസ്തകം വായനയാണോ? ഞാൻ തിരിഞ്ഞു നോക്കിയതും അത് അമ്മുവായിരുന്നു, എന്റെ തൊട്ടയലത്തെ വീട്ടിലെ പെൺകുട്ടി. ഞാൻ ആ സമയം അവളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു. എന്താന്ന്, അമ്പലത്തിലൊക്കെ പോയോ? നെറ്റിലൊരു ചന്ദനക്കുറിയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് 1-ാം തീയതിയല്ലേ? കുളിച്ച് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. ഇല്ല എങ്കില് അമ്മാമ്മ വഴക്കു പറയും. എടി അമ്മുവേ, നീ എവിടെയാ? കണ്ടോ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പ അമ്മാമ്മ വിളി തുടങ്ങും, പിന്നെ നിർത്തത്തില്ല. അത് തന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാവും. താനല്ലേ കൂട്ടത്തിലെ ഏറ്റവും മൂത്തത്, അപ്പോ അമ്മാമ്മയ്ക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഇഷ്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി വാങ്ങും. താനെന്താ ഈ രാവിലെ തന്നെ ഈ വഴിക്കൊക്കെ? സാധാരണ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അതാണോ? അതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്. അതാ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ. ആഹാ, അതെന്ത് സ്പെഷ്യാലിറ്റിയാണ്? നാളെ എനിക്ക് 25 വയസ്സ് തികയാണ്. അപ്പോ 24 വയസ്സിന്റെ അവസാനത്തെ ദിവസം. അതെനിക്ക് സ്പെഷ്യലായിട്ട് തോന്നി. ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ ഒരു ദിവസം നല്ലതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. അതിന് ദിവസങ്ങളൊന്നും എണ്ണിയിരിക്കണ്ട. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ മാഷ് എനിക്ക് മറുപടി തരുമോ? മറുപടി മാത്രമായിട്ട് പോരാ, അതിന് മാഷ് എനിക്കൊരു ഉത്തരം തരണം. എന്തോ വലിയ ചോദ്യമാണെന്ന് തോന്നല്ലോ. എന്തായാലും എന്താ ചോദിക്ക്. എന്റെ വീട്ടിൽ വിവാഹാലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ തോന്നിയൊരു തോന്നലാണ്, നമ്മൾ ശരിക്കും വിവാഹം കഴിക്കുന്നത് ഒരു കുടുംബം ഉണ്ടാകുന്നു എന്നതിലുപരി നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ ഒരു പാർട്ണർ കിട്ടുന്നു എന്നല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരാളെ കിട്ടാൻ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാല് അയാളോട് എങ്ങനെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക? അത് തനിക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ അയാളുടെ കാര്യങ്ങൾ പറയുക, അത്ര തന്നെ. ഈ ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം എന്നെനിക്കറിയില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ എന്നും കാണുന്ന ഒരാൾ മാഷാണ്. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വിട്ട് മറ്റൊരിടത്ത് പോയി താമസിക്കുക എന്ന് പറയുന്നതും എനിക്ക് കഴിയില്ല. പിന്നെ മാഷിനെ എന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് മാഷിനെയും. അപ്പോ ഈ ഷെൽഫിനുള്ളിൽ എന്റെ പുസ്തകങ്ങളും കൂടെ വെക്കാൻ ഒരിത്തിരി സ്പേസ് തന്നൂടെ? പെട്ടെന്ന് അവളുടെ ആ ചോദ്യം കേട്ടപ്പോ ഞാൻ ഞെട്ടി. എന്നും കാണുന്ന ഒരു സാധാരണ പെൺകുട്ടി എന്നതിലപ്പുറം ഞാൻ അവളെ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. എന്റെ പ്രതികരണം എന്താണെന്നറിയാൻ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവളോട് ഞാൻ പറഞ്ഞു, എടോ, ഞാൻ എന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പുസ്തകങ്ങളുടെ ഒരു മായലോകത്ത് തന്നെ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ച് പലപ്പോഴും കുറവാണ്. അപ്പോ എന്നെ പോലെ ഒരാളെ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? മാഷിന്റെ പുസ്തകം വായന അത് കുറച്ച് ഓവറാണെന്ന് എനിക്കറിയാം. പക്ഷേ അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു ഉറപ്പുണ്ടായത് കൊണ്ടാണ് എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ മാഷും കൂടെ വേണം എന്നെനിക്ക് തോന്നിയത്. പിന്നെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇവിടെ വരാറുള്ളതാണ്. ഞാൻ പണ്ട് മുതലേ എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നു. 2 പേർക്കും സമ്മതം. പിന്നെ ജാതകം നോക്കിയപ്പോ 2 ജാതകങ്ങൾ തമ്മിൽ സമസപ്ത യോഗമുണ്ട്. പിന്നെ മാഷിനോട് ഈ കാര്യം പറയാൻ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ അമ്മ തന്നെയാണ്. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ തീരുമാനിച്ചിട്ടാണല്ലേ എന്നോട് പറയുന്നത്? മാഷിനോട് ഈ കാര്യം പറയാൻ അവർക്കൊരു മടി. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അവരോട് എന്താ വേണ്ടെന്ന് പറയാൻ പറഞ്ഞു. അവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. പെട്ടെന്ന് അവൾ എന്റെ അടുക്കലേക്ക് വന്നു. തിരിഞ്ഞു കിടന്ന എന്റെ കാവി ഷർട്ടിന്റെ കോളർ മടക്കി അത് ശരിയാക്കി വെച്ചു. ഇത്രയും പേര് ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോ മാഷ് പെട്ടെന്നൊരു നോ പറയരുത്. നന്നായിട്ട് ആലോചിച്ചിട്ട് അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും നാളെ എന്റെ പിറന്നാൾ ദിനത്തിൽ സമ്മാനമായിട്ട് തന്നാൽ മതി. അതിന് എസ് ആണെന്നുണ്ടെങ്കിലും നോ ആണെങ്കിലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഞാൻ ഒന്നും മിണ്ടാതെ മുറിയുടെ ജനാലക്കരികിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. എന്റെ റൂമിന്റെ ജനാലയ്ക്ക് കൂടി പുറത്തേക്ക് നോക്കിയാൽ അവളുടെ വീടിന്റെ മുൻഭാഗം കാണാം. എന്ന മാഷെ, ഞാൻ പോട്ടെ, നാളെ പിറന്നാളായിട്ട് എന്റെ വീട്ടിലേക്ക് വരണം. എന്ന് പറഞ്ഞ് സാധാരണ എന്ന പോലെ അവളോട് യാത്ര പറഞ്ഞു. സന്ധ്യ എടുത്തപ്പോ റൂമിന്റെ ജനാലയിൽ കൂടി ഞാൻ പുറത്തേക്ക് നോക്കി. വിളക്ക് കത്തിച്ച് തുളസിത്തറയിൽ വെക്കാൻ പോകുന്ന അമ്മുവിനെ ഒരു നിമിഷം നോക്കി നിന്നു. മുൻപും അവൾ വിളക്ക് കത്തിച്ച് തുളസിത്തറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും തോന്നാത്ത ആ ഒരു തോന്നൽ പെട്ടെന്ന് എനിക്കുണ്ടായി. ഞാൻ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ വന്നെന്റെ തോളിൽ തട്ടി. എടാ, നീ അധികം ഒന്നും ചിന്തിച്ചു കൊണ്ടണ്ട. അവള് നല്ലൊരു കുട്ടിയാ. അവളേക്കാൾ നല്ലതൊന്നും ഇനി കിട്ടാനില്ല. തൊട്ടടുത്ത ദിവസം അവളുടെ പിറന്നാളാണ്.
പിറന്നാൾ ദിവസം രാവിലെ തന്നെ അമ്മയും അച്ഛനും അവിടേക്ക് പോയി. എനിക്കെന്തോ പോകാൻ മനസ്സ് തോന്നിയില്ല. അവൾ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മുറിയിലെ ജനാലയിൽ കൂടി നോക്കിയപ്പോ തുളസിത്തറയുടെ മുന്നിൽ വിഷമം ഉള്ളിലൊതുക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അമ്മൂനെയാണ് ഞാൻ കണ്ടത്. ഞാൻ ആ ഒരു നിമിഷം അവളെ ഒന്ന് കണ്ട് വിഷ് ചെയ്യാൻ അവിടേക്ക് പോയി. പെട്ടെന്ന് എന്നെ കണ്ടതും പിണങ്ങി നിൽക്കുന്ന അവളെയാണ്. ഹാപ്പി ബർത്ത്ഡേ. അത് കേട്ട സമയത്ത് അവൾ ഒന്നും മിണ്ടിയില്ല. എന്ന് മാത്രം മൂളി. എന്താണ്, തനിക്ക് എന്നോട് പിണക്കമാണോ? പിണക്കമൊന്നുമല്ല, മാഷ് വരാത്തതിന് എനിക്കൊരു വിഷമം. ഞാൻ ഈ ദിവസം മാഷിനെയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. മാഷ് വരാതിരുന്നെങ്കിൽ മാഷ് അത് വിട്ടേക്ക്. എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞോളാം. എന്റെ പൊട്ട ബുദ്ധിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയതാവും. ഞാൻ പതുക്കെ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ കാർമുടി ഇണകളിൽ ഒന്ന് വിരലോടിച്ചു. എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവൾ എന്റെ നെഞ്ചിലേക്ക് വീണു. ആ ഒരു സമയം എന്റെ നെഞ്ചിലെ ഓരോ മുടിച്ചുരുളുകളിലും അവളുടെ കണ്ണീരിന്റെ ഗന്ധം ഉണ്ടായിരുന്നു.